ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഒരു തേങ്ങാച്ചോറ്, പോത്തിറച്ചി കറി വെച്ചത്, പരിപ്പ് കറി എന്നിവയാണ്. ആദ്യമായിട്ട് നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. തേങ്ങാച്ചോറിനുള്ള അരപ്പ് ആദ്യം നമുക്ക് അരച്ച് വെക്കാം. 1 കപ്പ് തേങ്ങ, 4 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 5-6 ചെറിയ ഉള്ളി. ഇതെല്ലാം ഒന്നിച്ച് മിക്സിയിലിട്ട് അരച്ച് മാറ്റി വെക്കണം. തേങ്ങാച്ചോറിനുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. 1 കിലോ അരിക്ക് ഞാൻ വലിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ 1 കിലോ കുത്തരി കഴുകി ഇടുന്നുണ്ട്. കുത്തരിക്കാണ് നല്ല ടേസ്റ്റ്. വെള്ളയരിയും ഉപയോഗിക്കാം. അരി ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിൽ ഇടുക. അതിനുശേഷം 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് 100 ഗ്രാം വെളിച്ചെണ്ണയും 1.5 ടീസ്പൂൺ ഉലുവ, 2 കഷ്ണം പട്ട, അല്പം പെരിഞ്ചീരകം എന്നിവയിട്ട് താളിക്കുക. ശേഷം കരിയാപ്പിലയും കറുവാപ്പട്ടയുടെ ഇലയും ഇട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫാക്കി മാറ്റി വെക്കുക. അതിനുശേഷം അരിയും അരപ്പും ഇട്ട തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഈ താളിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒഴിക്കുക. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടുപ്പത്ത് വെക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പകുതി വെന്ത് കഴിയുമ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് സിമ്മിലാക്കി അടച്ചു വെക്കുക. 20 മിനിറ്റിന് ശേഷം ഇന്ന് തുറന്ന് നോക്കുക. നമ്മുടെ ചോറ് റെഡിയായിരിക്കും. നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയായി. അടുത്ത ഒരു വീഡിയോയിൽ പോത്തിറച്ചിക്കറിയുമായിട്ട് ഞാൻ വരും വരെ ഗുഡ് ബൈ.